ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ എത്ര ആളുകൾ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ കുട്ടികളോട് സ്കൂളത്തെ വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്? ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ. സ്കൂൾ വിശേഷങ്ങൾ മാത്രമല്ല, സ്കൂൾ വണ്ടിയിലെ വിശേഷങ്ങളും ഇന്ന് കണ്ട കാഴ്ചകളും എല്ലാതും ഞാൻ ചോദിക്കും. ഇപ്പം ഞാൻ എഴുതുന്നതേ നാളേക്ക് വേണ്ട സാധനങ്ങൾ ഇന്ന് ചേട്ടൻ വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ മെസ്സേജ് ചെയ്യും. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെ വാങ്ങിക്കണം എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ മറക്കും. അപ്പം ഞാനിതാ ചായ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ലച്ചുവിന് അരി വറുത്തിട്ട് അതിൽ ശർക്കരയും തേങ്ങ ഒക്കെ ഇട്ടിട്ട് പൊടിച്ചിട്ട് കൊടുക്കുന്നത് ലച്ചുവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ രാവിലെ പോകുമ്പോഴേ അവൾ പറയും ഇന്ന സാധനം ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിന്ന് കുറച്ച് സമയം ഉച്ചയ്ക്കൊക്കെ ഒന്ന് കിടന്നുറങ്ങിയതുകൊണ്ട് കുറച്ച് ലേറ്റായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ലച്ചു വന്നു. ഞാൻ വിചാരിച്ചതായിരുന്നു ലച്ചു വരുമ്പോഴത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കണം എന്നുള്ളത്. അപ്പോൾ ലച്ചു വന്നിട്ടുണ്ടെങ്കിൽ എനിക്കും ലച്ചുവിനും ഒരുപാട് സംസാരിക്കാനുണ്ടായിരിക്കും. കാരണം ഇവിടെ ലച്ചു മാത്രമേ ഉള്ളൂ. ലച്ചു സ്കൂളിൽ പോവുക ഒരു 8:30 8:45 ആകുമ്പോൾ അവളുടെ സ്കൂൾ ബസ് വരും. പിന്നെ 4:30 4:45 5 മണിയുടെ ഉള്ളിലാണ് അവൾ സ്കൂളിട്ട് വരിക. അതുവരെയുള്ള വിശേഷങ്ങൾ എനിക്ക് അവളോടും ചോദിക്കാനുണ്ടായിരിക്കും. വീട്ടിലെ വിശേഷങ്ങൾ അവൾക്ക് എന്നോടും ചോദിക്കാനുണ്ടായിരിക്കും. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ഇതാണ് കേട്ടോ. ഞാൻ അവളോട് പറയും, അമ്മയുടെ വിശേഷങ്ങൾ ചോദിക്കണം എന്ന് ഞാൻ അവളോട് പറഞ്ഞ് ചോദിപ്പിക്കുന്നതാണ്. കാരണം മക്കളും അറിയണമല്ലോ അമ്മയ്ക്ക് ഇവിടെ എന്താണ് പണി, അല്ലെങ്കിൽ അമ്മ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് മക്കളും അറിയണം. അപ്പം ഞാൻ അവളോട് പറയും, ആരെങ്കിലും ഒരാൾ കല്യാണം പറയാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതും ലച്ചുവിനോട് പറയാം, ലച്ചു ഇന്നിങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മളോട് ഭിക്ഷ അയച്ചിട്ടൊക്കെ വീട്ടിലേക്ക് വരില്ലേ, അങ്ങനത്തെ ആളുകൾ എല്ലാതും ഞാൻ ലച്ചുവിനോട് പറയും കേട്ടോ. അതുപോലെ തന്നെ ലച്ചു എന്നോട് എല്ലാ കാര്യങ്ങളും പറയും. ഞാൻ ചില സമയത്തൊക്കെ തമാശയ്ക്കൊക്കെ ചോദിക്കും, ലച്ചു നിനക്ക് വല്ല ബോയ് ഫ്രണ്ടൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം അവൾ പറയും, അമ്മ എനിക്ക് അങ്ങനെ ഇല്ല. അപ്പം ഞാൻ ചോദിക്കുക, എന്താ ബോയ് ഫ്രണ്ട് ഇല്ലാത്തത് എന്താ? അപ്പം നിനക്ക് ബോയ് ഒന്നും ഫ്രണ്ട് ആയിട്ടില്ല കേട്ടോ. അതുണ്ട്, പക്ഷേ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലവ്വറല്ലേ ചോദിക്കും. അപ്പം ഞാൻ പറയും, ഇവളെന്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ, ആണോ ലവ്വറാണോ, അമ്മയ്ക്ക് അറിയില്ലല്ലോ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ലവ്വറാ, അങ്ങനെ അറിയാത്ത പോലെ ഞാൻ ചോദിക്കും. അപ്പോൾ അവൾ പറയും, ആ അമ്മ അതങ്ങനെയാണ്, എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതെന്നിട്ട്. ആണോ, അമ്മയ്ക്ക് അറിയില്ല എന്നിട്ട്. അപ്പം ഞാൻ ചോദിക്കും, നിനക്ക് ലവ്വറുണ്ടോ? എനിക്കില്ല അമ്മ. അപ്പം ഉണ്ടെങ്കിൽ അമ്മോട് പറയുമോ ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, അമ്മോട് പറയണം കേട്ടോ, എനിക്കും കാണാമല്ലോ നിൻ്റെ ലവ്വറിനെ. അങ്ങനെയൊക്കെ ഞാൻ അവളോട് ചോദിക്കും കേട്ടോ. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളോടൊരു തമാശ രീതിയിൽ ചോദിക്കുക, എന്നാൽ മാത്രമേ കുട്ടികൾ അത് നമ്മളോട് പറയൂ. അല്ലെങ്കിൽ ആദ്യമേ നമ്മൾ അവരെ ഷൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തോന്നും, ഇതെന്താ അവർ ഷൗട്ട് ചെയ്യുന്നത്, അപ്പോൾ അതെന്തോ അതിൽ കാരണം ഉണ്ടല്ലോ എന്നുള്ളത് അവർക്ക് തോന്നി തുടങ്ങും. അപ്പോൾ നമ്മുടെ അരിവറക്കലൊക്കെ കഴിഞ്ഞ് അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക, എന്നിട്ട് വേണം അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ലച്ചുവിൻ്റെ തലയിലൊക്കെ ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കണം. അപ്പോൾ വൈകുന്നേരമാണല്ലോ ഇവിടെ തല നനച്ച് കുളിക്കാറ് ലച്ചു. കാരണം രാവിലെ അവർക്ക് മുടി കെട്ടിയിട്ട് പോകണം. അപ്പോൾ രാവിലെ നനഞ്ഞ മുടി കെട്ടുമ്പോൾ മുടി നാശമാവുമല്ലോ. അപ്പോൾ മുടി വൈകിട്ടാണ് തലയൊക്കെ നനച്ചിട്ട് കുളിക്കാറ്. അവളിപ്പോൾ ഫസ്റ്റ് ടൈമിൽ മുടി ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുടി ഇപ്പോൾ വളർന്നു വരികയാണ് കേട്ടോ. അപ്പോൾ കാച്ചി എണ്ണയാണ് അവൾ തേക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് അവൾ ഫോണിൽ നോക്കുന്നത് നാളെ അവൾക്ക് എക്സാം ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പറൊക്കെ ഉണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് അയച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻസൊക്കെ നോക്കുകയാണ്. അപ്പോൾ ചില ഡൗട്ട്സൊക്കെ വരുന്നത് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുക. പിന്നെ ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, എളുപ്പമുണ്ടായിരുന്നു, ഇതൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എത്രയോ നേരം സംസാരിച്ചാലും മതിയാവില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മറക്കും അവൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഓർമ്മ വന്ന്, അമ്മ ഇന്ന് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ പറയും. അങ്ങനെ നമ്മൾ മക്കളോട് എപ്പോഴും ചോദിക്കണം കേട്ടോ. എല്ലാ വിശേഷങ്ങളും നമ്മൾ ചോദിക്കുക, അന്ന് നടന്ന കാര്യങ്ങളൊക്കെ. നമ്മൾക്ക് അവരെന്തെങ്കിലും ഒരു ചീത്ത വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും അതിൽ നിന്നൊരു സൈൻ കിട്ടാതിരിക്കില്ല. നമ്മളെല്ലാ കാര്യങ്ങളും ചോദിക്കുക. അവർ മറച്ചു വെക്കുകയാണെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സൈൻ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എന്നും നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മൾ എന്നും മക്കളോട് അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ. എന്തൊക്കെ ഉണ്ടായി, ഏതൊക്കെ ഉണ്ടായി എന്നുള്ളതൊക്കെ ചോദിക്കുക. അപ്പോൾ ഹിന്ദി ആണെങ്കിൽ ഞാനും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നിർത്തിയതാണ്. എനിക്കും വലിയ അറിവൊന്നുമില്ല. എന്നാലും ശരി, ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നു. പിന്നെ മക്കൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് വീണ്ടും നമ്മളും പഠിക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഹിന്ദിയൊക്കെ ടച്ചൊക്കെ വിട്ടത് കാരണം ഇപ്പം ഇങ്ങനെ കുറേശ്ശൊക്കെ ഇങ്ങനെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അവളുടെ ഒപ്പം ഞാനും പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ അവൾക്ക് ഈ തലയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്.
അങ്ങനെ പിന്നെ ഈ സ്കൂളൊക്കെ പോകും തുടങ്ങിയ തലയിൽ പേനും ഈരൊക്കെ ഉണ്ടായിരിക്കും. അത് ഡെയിലി ഞാൻ എടുത്ത് കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തലയിൽ പേനും ഇതൊക്കെ വരും. നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ പേനൊക്കെ പോകാനുള്ള ഷാമ്പൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കെന്തോ അതൊന്നും ചെയ്യാൻ തോന്നില്ല കേട്ടോ. ഞാനിങ്ങനെ ചീകി കളയുകയാണ് ചെയ്യാറ്. അങ്ങനെ അപ്പോൾ പിന്നെ ഇനി അതും കൂടാണ്ട് കഴിഞ്ഞ് ലച്ചുവിൻ്റെ മുടിയൊക്കെ ഒന്നാണ്ട് കെട്ടി കുറച്ച് നേരം അങ്ങനെ നടത്തും, തലയിലൊന്ന് എണ്ണ പിടിക്കുന്നത് വരെ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എന്താ ഈ അത് പൊടിക്കാനുള്ളത് പൊടിച്ച് വെച്ചു. പിന്നെ കുറച്ച് തുണികൾ എടുക്കാനുണ്ടായിരുന്നു, അത് തുണികളെടുത്തു. പിന്നെ ഒന്ന് അകമൊക്കെ ഒന്ന് അടിച്ചു വാരാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അടിച്ചു വാരുകയൊക്കെ ചെയ്തു. ഇതൊക്കെ നേരത്തെ കഴിയാറുള്ളതാണ്. പക്ഷേ ഇന്ന് ഇവിടെ പകൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കറണ്ട് വന്നപ്പോൾ ഞാൻ പകലപ്പോൾ ഉറങ്ങാറുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഉറക്കം ലേറ്റായി. കറണ്ട് വരുന്നവരെ ഞാനൊന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ നന്നായിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി. അതാണ് ഉണ്ടായത്. അപ്പോൾ ലച്ചുവിൻ്റെ തലയിലൊന്ന് എണ്ണ പിടിച്ച് വരുന്നത് വരെ എനിക്ക് കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ തുണി എടുക്കലും അടിച്ചു വാരലും അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ആ അരിയൊക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് പൊടിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ലച്ചു കുളിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് കുളിക്കും. തല ഞാൻ കഴുകി കൊടുക്കും കേട്ടോ. തല അവൾ ഒറ്റയ്ക്ക് കഴുകുകയൊക്കെ ചെയ്യും. പക്ഷേ എന്നാലും എനിക്കൊരു അവളെ ഒന്ന് കുളിപ്പിച്ച് തലയൊക്കെ ഒന്ന് കഴുകി കൊടുത്താലാണ് എനിക്കൊരു സംതൃപ്തി വരിക. അങ്ങനെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി അവൾ ചായ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ സ്റ്റഡി ടൈമാണ് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞൊരു വീഡിയോ ഞാൻ ലച്ചുവിനായിട്ട് എടുത്തുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.